ജയസൂര്യക്കെതിരെ അലിഗേഷൻ വന്നില്ല, അപ്പോൾ ഒന്നിൽ കൂടുതൽ അലിഗേഷൻ ആണ് വന്നേക്കണേ. അപ്പം അതിൽ കെട്ടിച്ചമച്ചതായി തോന്നുന്നില്ല ചേച്ചിക്ക്? അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതായത് എൻ്റെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, ഞാൻ ആക്ച്വലി ആരെങ്കിലും പഴയ കാലത്ത് എന്നെ തൊട്ടു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം അല്ലെങ്കിൽ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കാൻ വന്ന ഒരാളല്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാനൽ ചർച്ച ചെയ്തു. അവർ ചോദിച്ചു, മാഡത്തിന് ഏതെങ്കിലും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടായ കാര്യം നമ്മൾ പറയും. 2013 റിലീസായ ഒരു പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഒരു സൂപ്പർ താരം എൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ എന്നെ കയറി പിടിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ അതിനെ പോയിട്ട് എല്ലാവരും കൂടെ ചർച്ച ചെയ്തത് ഞാൻ പണത്തിന് വേണ്ടി, ഫെയിമിന് വേണ്ടി, ഇപ്പോൾ ആളാകാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു നടനില്ല. അങ്ങനെ പറഞ്ഞിട്ട് അതിന് ഞാൻ കൗണ്ടർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡിഗ്നിറ്റിയെ ചോദ്യം. 2 കോടി രൂപ ഇതിൻ്റെ പേരിൽ ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പ്രസ്തുത നടൻ്റെ ആളുകളും സോഷ്യൽ മീഡിയ അറ്റാക്കും വന്നപ്പോൾ എനിക്കത് പബ്ലിക്കിന് മുമ്പിൽ റിവീൽ ചെയ്യേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം. അതാണ് ജയസൂര്യ എന്ന് ഇന്നലെ പ്രസ് മീറ്റ് നടത്തി ഞാൻ ആളുകൾ പല പേരും പറഞ്ഞു, ജയസൂര്യയുടെ പേരും പറഞ്ഞു. ഇന്നലെ പ്രസ് മീറ്റ് നടത്തി നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞതിൻ്റെ കാര്യം ജയസൂര്യയാണ്. എൻ്റെ ഭാഗത്ത് എനിക്കുണ്ടായ ഫസ്റ്റ് ഞങ്ങൾ അതിന് ശേഷം അന്ന് തന്നെ പുള്ളി മാപ്പ് പറഞ്ഞ് പിന്നീട് ഒരിക്കലും ഒരു വാക്കുകൊണ്ടുപോലും ഞങ്ങൾ സുഹൃത്തുക്കളുമാണ്, ഇപ്പോഴും സുഹൃത്തുക്കളാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇപ്പോൾ വരുന്ന വേറെ സെയിം ഒരു ആരോപണം വേറൊരു സ്ത്രീ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ജയസൂര്യ ഞാനും ഞെട്ടിപ്പോയി. കാരണം എന്നോട് കാണിച്ചത് അതൊരു അബദ്ധത്തിൽ പറ്റിയ സാധനമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ വേറൊരു സ്ത്രീ പറയണത് അത് എൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് അതേ സാധനം വേറൊരു സ്ഥലം വെച്ച് അവർ തെറ്റായിട്ട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തെളിയിക്കേണ്ടത് ജയസൂര്യയാണ്. അതായത് എല്ലാം ഒരുപോലെയാണ്, ആ സാഹചര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. ഭയങ്കരമായിട്ടൊരു അപമാനം തോന്നി. കാരണം എന്നോട് തെറ്റിയില്ലെങ്കിലും അദ്ദേഹം എൻ്റെ സോഷ്യൽ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ഒരു സഹോദരിയല്ല. പിന്നീട് അന്ന് മാപ്പ് പറഞ്ഞു, പിന്നീട് ഒരു മെസ്സേജിൽ പോലും ഞങ്ങളെ വേറൊരു തരത്തിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ റെസ്പെക്റ്റ് ഞാൻ ചോദിച്ചു മേടിച്ച റെസ്പെക്റ്റ് ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പോകാറുണ്ട്. എന്തുകൊണ്ട് പിന്നെ ഇയാളുടെ പേര് പറയേണ്ടി വന്നെന്ന് വെച്ചാൽ, ഞാൻ 2 കോടി രൂപയ്ക്ക് എൻ്റെ ഒരു ഫെയിമിന് വേണ്ടി വന്ന് ഇപ്പോൾ ആളാകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫാമിലിയെ വരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് ആ പേര് റിവീൽ ചെയ്യേണ്ടി വന്നതാണ്. റിവീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മെസ്സേജ് ചെയ്യുക. ഗവൺമെൻറ് ഇപ്പോൾ വലിയ രീതിയിൽ ഇത്തരം കേസുകൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ വച്ചിരിക്കുന്ന പുതിയ അന്വേഷണ കമ്മിറ്റിയുണ്ട്. അതിൽ 7 അംഗ IPS ഓഫീസേഴ്സ് അടക്കമുള്ള വനിതാ ഓഫീസേഴ്സ് അടക്കമുള്ള ആളുകളുണ്ട്. SIT ടീം എന്നെ ബന്ധപ്പെടുമ്പം ഞാൻ ഇത്രയും വലിയ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയുന്ന അലിഗേഷൻ വെറുതെ ആയിരുന്നെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഞാൻ ഈ സിനിമയിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്തേക്കാനും സോഷ്യൽ വർക്കറായിട്ട് ഞാൻ ഇവിടെയൊക്കെ തന്നെ പാവങ്ങൾ സഹായിക്കാൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് പോലീസുകാർ വന്നപ്പോൾ ചോദിച്ചപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞ് സ്വാഭാവികമായിട്ടും SIT ടീമോട് ഞാൻ കേസില്ല എന്ന് പറഞ്ഞാലും ഒരു സ്ത്രീക്കെതിരെ എത്ര വർഷം കഴിഞ്ഞാലും അവരെ കൺസെൻറ്റ് ഇല്ലാതെ തൊട്ടാൽ FIR ഇടും. ആ FIR IPC 354 അനുസരിച്ചിട്ട് IPC FIR